പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് WWE ഇന്നലെ കഴിഞ്ഞ NXT വീക്ക്ലി എപ്പിസോഡിൽ NXT ചാമ്പ്യനായ ടോണി ഡി ഏഞ്ചലോയെ ആക്രമിച്ചുകൊണ്ട് ഡെബ്യൂ നടത്തിയ വിൽ ക്രോസ് എന്ന് പറയുന്ന റെസ്ലറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സൂപ്പർ താരമായ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ ജോൺസിന പങ്കുവച്ച ഇൻസ്റ്റഗ്രാം ട്വിറ്റർ പോസ്റ്റുകളെ സംബന്ധിച്ചാണ്. ടോണി ഡി ഏഞ്ചലോയെ ആക്രമിച്ചുകൊണ്ട് ഡെബ്യൂ നടത്തിയ വിൽ ക്രോസ് എന്ന് പറയുന്ന റെസ്ലറിൻ്റെ വീഡിയോയും ഫോട്ടോയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ട് ഇനി ഇവനാണ് കമ്പനിയുടെ ഭാവിയിലെ താരം എന്നുള്ളതാണ് ജോൺസിന അടിവരയിട്ടുകൊണ്ട് പറയുന്നത്. അപ്പോൾ യുവതാരങ്ങൾക്ക് ജോൺസിന കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. NXT ബ്രാൻഡിൽ എന്നല്ല, റെസ്ലിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ വളർന്നു വരുന്ന യുവതാരങ്ങളിൽ ഒരാളാണ് വിൽ ക്രോസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഇത്രയും വലിയൊരു സപ്പോർട്ട് ജോൺസിന കൊടുക്കണമെന്നുണ്ടെങ്കിൽ വിൽ ക്രോസിന് നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് ജോൺസിന ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അർത്ഥം. മറ്റ് താരങ്ങളുടെ അപ്ഡേറ്റ്സ് ഒന്നും ഇതുപോലെ ജോൺസിന പങ്കുവെച്ചിട്ടില്ല, പങ്കുവെക്കാറുമില്ല. അപ്പോൾ വിൽ ക്രോസിന് എന്തോ ജോൺസിനയ്ക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ മൂവ് കൊണ്ട്, ആ മൂൺ സോൾട്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആരാധകനായി മാറുന്ന ജോൺസിനയുടെ ഭാഗങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. രണ്ടാമത്തെ അപ്ഡേറ്റ് WWE കലണ്ടർ ഇയറിലെ ഏറ്റവും മികച്ച ഇവൻറ്റുകളിൽ ഒന്നായ സമ്മർ സ്ലാം 2026 ഒഫീഷ്യൽ പോസ്റ്റർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ സൂപ്പർ താരങ്ങളായ നിലവിലെ ചാമ്പ്യന്മാരായ റോമൻ റെയിൻസ്, കോഡി റോഡ്സ്, റിയ റിപ്ലി, മോർഗൻ കൂടാതെ CM പങ്ക്, ഒബാഫെമി, ട്രിക് വില്യംസ് എന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ, ബെക്കി ലഞ്ച് തുടങ്ങിയ താരങ്ങളേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒഫീഷ്യൽ പോസ്റ്ററാണ് പുറത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. 2026 സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റും 2 ദിവസമായിട്ടാണ് ഓഗസ്റ്റ് മാസത്തിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു ഷോ പ്രതീക്ഷിക്കാം. മൂന്നാമത്തെ അപ്ഡേറ്റ് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനും സൂപ്പർ താരവുമായ റോമൻ റെയിൻസിനെ സംബന്ധിച്ചാണ്. റോമൻ റെയിൻസിൻ്റെ ഇപ്രാവശ്യത്തെ ഈ വേൾഡ് ടൈറ്റിൽ റണ്ണിൽ റോമൻ റെയിൻസ് നേരിടാൻ സാധ്യത കൂടുതലുള്ള ഒരു റെസ്ലർ നിലവിൽ ഇഞ്ചുറി മൂലം മാറി നിൽക്കുന്ന ബ്രോൺസൺ റീഡ് ആണ് എന്നുള്ള തലത്തിൽ ഒരു റിപ്പോർട്ടുകളൊക്കെ നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ബ്രോൺസൺ റീഡിൻ്റെ റിട്ടേൺ, അതായത് ഇഞ്ചുറിയിൽ നിന്ന് മുക്തമായി ഫുൾ റിക്കവറി ആയതിനു ശേഷമുള്ള ഒരു റിട്ടേൺ റോമൻ റെയിൻസിനെ ആക്രമിച്ചുകൊണ്ട് പിന്നീട് റോമൻ റെയിൻസിൻ്റെ ചാമ്പ്യൻഷിപ്പിന് ചലഞ്ച് ചെയ്യുന്ന ഒരു മത്സരത്തിലേക്കായിരിക്കും എന്നുള്ളൊരു റൂമറാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. കൂടാതെ റെസ്ൽമേനിയ 42 CM പങ്കിനെ പരാജയപ്പെടുത്തി റോമൻ റെയിൻസ് പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയതിനു ശേഷം അതേ ദിവസം തന്നെ ബ്രോൺസൺ റീഡ് സോഷ്യൽ മീഡിയയിലൂടെ റോമൻ റെയിൻസിന് എതിരെ ഒരു മത്സരം കൂടി തനിക്ക് ബാക്കിയുണ്ട്, നമ്മൾ തമ്മിൽ ഒരിക്കൽ കൂടി ഏറ്റുമുട്ടും എന്നുള്ള ഒരു വെല്ലുവിളിയും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം 2025 റോമൻ റെയിൻസിനെ ബ്രോൺസൺ റീഡ് പരാജയപ്പെടുത്തുന്ന ഒരു മത്സരം ഓസ്ട്രേലിയയിൽ വെച്ച് നമുക്ക് കാണാൻ സാധിച്ചതാണ്. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ദ വിഷൻ ടീമിനെതിരെയുള്ള സ്റ്റോറിയും റോമൻ റെയിൻസിന് ആരംഭം കുറിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് ബ്രോൺസൺ റീഡിൻ്റെ ഒരു റിട്ടേൺ നടത്തിയിട്ട് റോമൻ റെയിൻസിനെതിരെ ഒരു മത്സരം കൊടുക്കാൻ ഒരു സാധ്യത ഉണ്ടെന്നാണ് ഈ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് റണ്ണിൽ റോമൻ റെയിൻസിൻ്റെ ഭാവി പദ്ധതികളെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റായി ഇന്നലെ നമുക്ക് അറിയാൻ സാധിച്ചത്. ബ്രോൺസൺ റീഡ് വേഴ്സസ് റോമൻ റെയിൻസ് തമ്മിലുള്ള ഒരു മത്സരം നടന്നാൽ ബ്രോൺസൺ റീഡ് റോമൻ റെയിൻസിനെ പരാജയപ്പെടുത്താനുള്ള സാധ്യതകൾ നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസരമായി പങ്കുവെക്കുന്നത് റോമൻ റെയിൻസ്, ദ ഊസോസ് തുടങ്ങിയവരുടെ മൂവർ സംഘത്തിനെ ഇനി ബ്ലഡ് ലൈൻ എന്നുള്ള രീതിയിലായിരിക്കില്ല അറിയപ്പെടാൻ പോകുന്നത്. ബ്ലഡ് ലൈൻ എന്നുള്ളത് അവസാനിപ്പിച്ചിരിക്കുന്നു. ഫസ്റ്റ് ഫാമിലി എന്നുള്ള ഒരു പേരായിരിക്കും അവർ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു സൂചനയും റോ എപ്പിസോഡിൽ ഈ ഒരു ആഴ്ച അവർ നൽകിയതാണ്. അവർ കൈയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതൊക്കെ കാണുമ്പോൾ ഫസ്റ്റ് ഫാമിലി എന്ന പേരായിരിക്കും അവർ അങ്ങോട്ട് ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ബ്ലഡ് ലൈൻ എന്നുള്ള ഒരു പേരിൽ നിന്ന് ഫസ്റ്റ് ഫാമിലി എന്നുള്ള ഒരു പേരിലേക്ക് മാറുന്നു എന്നുള്ളത് അല്ലാതെ മറ്റൊന്നും ഈ ഒരു ക്യാരക്ടറിലൊന്നും ഒരു വ്യത്യാസം അവർ കൊണ്ടുവരാൻ പോകുന്നില്ല. കാരണം ബ്ലഡ് ലൈൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കിടയിലും ക്ലിക്കായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലെ തന്നെ കുറച്ചും കൂടി ഒരു ഫേസ് ആയിട്ടുള്ള ഒരു കുറച്ച് നായകന്മാർ എന്നുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു ടൈമായിരിക്കാം ഫസ്റ്റ് ഫാമിലി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഗ്മെൻറ്റ്സ് അടുത്ത റോ എപ്പിസോഡുകളിൽ ഇവരുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.